Hi students, welcome to Text Tutor Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. എന്താണ് റിസോഴ്സ് എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. Everything that is available in our environment which can be used to satisfy our needs provided it will be a technologically accessible or economically feasible and culturally acceptable, and it is termed as what? It is termed as resource. Okay, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം അല്ലേ. നമുക്ക് ഈസിലി നമ്മുടെ കൈമണിൽ എത്തുന്ന റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മെഷീൻസ് വഴി നമുക്ക് കിട്ടുന്ന പല റിസോഴ്സസും ഉണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റ്, പാക്കേജ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, ഇപ്പൊ നൂഡിൽസ് പോലുള്ളത്, പിന്നെ പലതരത്തിലുള്ള ഐറ്റംസ്, പാക്ഡ് ഐറ്റംസ് ഒക്കെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ത്രൂ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് അല്ലേ മക്കളെ. അപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലി പ്രകൃതി തരുന്ന കുറെ നാച്ചുറൽ പ്രൊഡക്ട്സ് അല്ലേ. ഓക്കെ, അത് ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾസ് ആവാം അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് everything that is available in our environment which can be natural or technologically we have made, okay, through machines അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെ, അതുപോലെ തന്നെ എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള അല്ലെ, കൾച്ചറലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിങ്ങിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് മക്കളെ? റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് റിസോഴ്സസിനെ എന്തൊക്കെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കിയാലോ? ഓക്കെ, റിസോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് വേസ്. എന്തൊക്കെ ഇതില് നമുക്ക് ബേസിസിൽ റിസോഴ്സസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ മക്കളെ? Okay, first one, on the basis of origin. അതിന്റെ ഒറിജിന്റെ ബേസിസിൽ അല്ല, അത് എവിടെയാണ് ഉണ്ടാക്കിയെടുത്തത്, അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിസോഴ്സസിനെ വേർതിരിക്കാം അല്ലെ മക്കളെ. എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഓക്കെ, on the basis of exhaustibility there is renewable sources and resources and non-renewable resources is there. On the basis of ownership, ആറ് റിസോഴ്സസ് ആരുടെ മേലധികാരത്തിലുള്ളതാണ്? അത് ഇൻഡിവിജ്വൽ ബേസിസിലാണോ, കമ്മ്യൂണിറ്റി ബേസിസിലാണോ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബേസിസിലാണോ? ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ, പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ് സ്റ്റോക്ക് ആൻഡ് റിസർവ്സ്. അപ്പോൾ റിസോഴ്സസ് ഈ ഒരു 4 ബേസിസിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെ ഇതിന്റെ ബേസിസിലാണ് മക്കളെ? ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. അത് ബയോട്ടിക് ഫാക്ടേഴ്സ് ആണോ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണോ എന്ന് ഒറിജിൻ ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി. എന്തിന്റെ ബേസിസിലാണ്? റിന്യൂവബിൾ സോഴ്സസ് ആണോ, അല്ലാതെ എങ്ങനെയാണ് നമ്മുടെ കൈമലിലേക്ക് എത്തുന്നത്? റിന്യൂവബിൾ റിസോഴ്സസ് ആണോ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. അതിന്റെ മേലധികാരം ആർക്കാണ്? ഇൻഡിവിജ്വൽ ബേസിസിലാണോ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബേസിസിലാണോ? ഫോർത്ത് വൺ, ലാസ്റ്റ് വൺ നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ്? പൊട്ടൻഷ്യലി ഡെവലപ്ഡ് സ്റ്റോക്ക് ആൻഡ് റിസർവ്സ് ആണ്. ഓക്കെ, എവിടെയാണ് അതിന്റെ ഡെവലപ്മെന്റ് ബേസിസ് എവിടെയാണ്? ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ റിസോഴ്സസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് റിസോഴ്സസ്. അതിന്റെ ഫസ്റ്റ് വൺ നമ്മൾ ഏതായിരുന്നു മക്കളെ പറഞ്ഞ? ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. അതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു മക്കളെ? ബയോട്ടിക് റിസോഴ്സസ് ആണ് അല്ലെ. എന്താണ് ബയോട്ടിക് റിസോഴ്സസ്? These are obtained from biosphere. ഈ ഒരു ബയോട്ടിക് റിസോഴ്സസ് സാധനങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബയോസ്ഫിയറിൽ നിന്നാണ് അല്ലെ കിട്ടുന്നത്. ആൻഡ് have life such as, ആരൊക്കെയാണ് ബയോട്ടിക് റിസോഴ്സസ്? ഹ്യൂമൻ ബീങ്സ്, ഫ്ലോറ ആൻഡ് ഫോണ, and fisheries, livestock
ഒക്കെ ഇതിലൊക്കെ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഈ ഒരു ബയോട്ടിക് റിസോഴ്സസിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് മക്കളെ? ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, പിന്നെയോ ഫ്ലോറ ആൻഡ് ഫോണ, ഫ്ലോറ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ട്, പിന്നെ ഫിഷറീസ് അല്ലെ, ഫിഷറീസ് അല്ലെ, അതുപോലെ തന്നെ ലൈവ് സ്റ്റോക്കും ഉൾപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ബയോട്ടിക് റിസോഴ്സസ്? പറഞ്ഞേ. These are obtained from biosphere അല്ലെ and have life such as human beings, flora and fauna, fisheries and livestock അല്ലെ. നെക്സ്റ്റ് വൺ നോക്കിയാലോ, എബയോട്ടിക് റിസോഴ്സസ്. ഈ ഒരു ഒറിജിന്റെ ബേസിസിൽ റിസോഴ്സസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ് മക്കളെ? ബയോട്ടിക് റിസോഴ്സസ് ആൻഡ് സെക്കൻഡ് വൺ എബയോട്ടിക് റിസോഴ്സസ്. ഇനി നമുക്ക് എബയോട്ടിക് റിസോഴ്സസ് എന്താ നോക്കിയാലോ മക്കളെ? ഓക്കെ, കം ഓൺ. All those things which are composed of non-living things. ലിവിങ് തിങ്സിനെയാണ് മക്കളെ പറയുന്നത് എന്ത്? ലിവിങ് തിങ്സിനെയാണ് നമ്മൾ ബയോട്ടിക് റിസോഴ്സസിൽ പറയുന്നതെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? എബയോട്ടിക് റിസോഴ്സസിൽ പറയുന്നത്. ഓക്കെ, ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ്, ഫ്ലോറ ആൻഡ് ഫോണ, ഫിഷറീസ് ഒക്കെ ഉൾപ്പെടുന്നു. ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോഴോ നോൺ ലിവിങ് തിങ്സ് ആണെന്ന് മക്കൾ ഓർക്കണം കേട്ടോ. എന്തൊക്കെയാണ്? ഇപ്പോ എന്തൊക്കെയാ? റോക്സ്, മെറ്റൽസ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും മക്കൾ പറഞ്ഞേ? ബയോട്ടിക് റിസോഴ്സസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്? ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ, അതിന്റെ ഒറിജിൻ, ഉദ്ഭവം അല്ലെ, അതിന്റെ ജന്മം, അത് എന്തിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു? അതിന് ഒറിജിന്റെ ബേസിസിൽ റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ് രണ്ട് റിസോഴ്സസ്, ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ? പറഞ്ഞേ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ബയോട്ടിക് റിസോഴ്സസ്. ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മക്കളെ? ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ്, ഫ്ലോറ ആൻഡ് ഫോണ, ഫിഷറീസ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇറ്റ് ഈസ് എബയോട്ടിക് റിസോഴ്സസ്. എന്താണ് മക്കളെ എബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോ? ഇറ്റ് ഈസ് പറഞ്ഞേ, ഇറ്റ് ഈസ് നോൺ ലിവിങ് തിങ്സ് അല്ലെ. നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എബയോട്ടിക് റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് എബയോട്ടിക് റിസോഴ്സസ്? പെട്ടെന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് അത് തന്നെ, റോക്സ് ആൻഡ് മെറ്റൽസ് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് എക്സോസ്റ്റബിലിറ്റി, അതിന്റെ ഇവിടുന്ന് എന്താണ് അതിനെ എടുക്കുന്നത് എന്നുള്ളതാണ്. എക്സോസ്റ്റബിലിറ്റി നോക്കിയാലോ, വെദർ ഇറ്റ് ഈസ് റിന്യൂവബിൾ റിസോഴ്സ് ഓർ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അപ്പൊ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, ഫസ്റ്റ് വൺ, the resources which can be renewed or reproduced by physical, chemical or mechanical process are known as what? Renewable resources. എന്താണ് മക്കളെ റിന്യൂവബിൾ റിസോഴ്സ്? നമ്മൾ മനുഷ്യര് ഫിസിക്കലി ഓർ മെക്കാനിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതാണ് എന്ത് മക്കളെ റിന്യൂവബിൾ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ് എക്സാമ്പിള്? ഫോർ എക്സാമ്പിൾ സോളാർ ആൻഡ് വിൻഡ് എനർജി ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ, മെയിൻലി മധുര മീനാക്ഷി ടെമ്പിളിലൊക്കെ പോകുമ്പോൾ നമുക്ക് മെയിൻലി കാണാം റോഡ് സൈഡിൽ വിൻഡ് മിൽസ്. മക്കൾ കണ്ടിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ മെയിൻലി എന്താണ്, ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി അതിന് പ്രവർത്തിച്ച് സോളാർ എനർജി ഫോർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ടർ ഇസ് എ renewable resource. And what about forest and wildlife is also includes in renewable resource അല്ലേ. ഈ ഒരു renewable resource may further be divided into continuous or flow. Okay, continuous or flow എന്ന നിലയിലും അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം on the basis of exhaustibility, അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? റിന്യൂവബിൾ റിസോഴ്സ്. എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മള് എന്ന് വെച്ചാൽ ഹ്യൂമൻ ബൈ ഫിസിക്കലി ഓർ കെമിക്കലി അല്ലെ നമ്മൾ മെയ്ഡ് ചെയ്യുന്ന മെക്കാനിക്കലി പ്രോസസ് അല്ലെ. ഇറ്റ് ഈസ് ദ റിസോഴ്സ് വിച്ച് ക്യാൻ ബി റിന്യൂഡ് ഓർ റിപ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോസസ് അല്ലെ. അതിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ.
നെക്സ്റ്റ് വൺ നോക്ക്, അതിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞ മക്കൾ എന്തൊക്കെ പറയും? പറഞ്ഞേ. ഇറ്റ് ഈസ് സോളാർ ആൻഡ് വിൻഡ് എനർജീസ് ദർ, വാട്ടർ, പിന്നെ വാട്ടർ ആൻഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? ഓക്കെ, and this occur over a very long geological time. കുറെ ടൈം എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. എന്താണ് എക്സാമ്പിൾ? മിനറൽസ് ആൻഡ് ഫോസിൽ ഫ്യൂവൽസ്. കുറെ പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് മിനറൽസും ഫോസിൽ ഫ്യൂവൽസും ഒക്കെ ഫോം ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കടലിൽ നിന്ന് നമ്മൾ എന്താ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ നമ്മൾ പെട്രോളിയം ഒക്കെ നമ്മൾ കടലിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറെ ടൈം വേണം അതിന് അല്ലെ. ഈ ഒരു റിസോഴ്സ് ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇൻ ദിയർ ഫോർമേഷൻ. അത് ഉണ്ടാവാൻ വേണ്ടി അത്രയും കുറെ വർഷങ്ങൾ എടുക്കുന്ന കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ റിസോഴ്സസ് ലൈക്ക് മെറ്റൽസ് ആർ റീസൈക്ലബിൾ അല്ലെ. മെറ്റൽസ് ഒക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ആൻഡ് സം ലൈക്ക് ഫോസിൽ ഫ്യൂൾസ് കനോട്ട് ബി റീസൈക്കിൾ. ഫോസിൽ ഫ്യൂൾസ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ല അല്ലെ. ആൻഡ് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് ദിയർ യൂസ്. അവരുടെ ഉപയോഗത്തിൽ തന്നെ അത് എക്സോസ്റ്റഡ് ആയി മാറും അല്ലെ. അപ്പൊ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇറ്റ് ഈസ് ദിസ് occur over a very long geological time. കുറെ ടൈം പിടിക്കും അല്ലെ. എക്സാമ്പിൾ പറയാൻ പറഞ്ഞ മക്കൾ എന്തൊക്കെ പറയും? പറഞ്ഞേ. ഇറ്റ് ഈസ് മിനറൽസ് ആൻഡ് fossil fuels അല്ലെ. Okay, and this resources takes millions of years in their formation. And third one, metals എന്താണ്? റീസൈക്ലബിൾ ആണ് അല്ലെ. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് റീസൈക്ലബിൾ ആണോ മക്കളെ? അല്ല അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എങ്ങനെയാണ് നമ്മുടെ റിസോഴ്സസിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ റിസോഴ്സസ്. എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാലോ? ദിസ് ആർ ഓൾസോ ഓൺഡ് പ്രൈവറ്റ്ലി ബൈ ഇൻഡിവിജ്വൽസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ, നമ്മൾ ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായി ചേർന്നിട്ടുള്ള അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഓരോരുത്തരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിസോഴ്സസ് മേല് ഓണർഷിപ്പ് ഉണ്ടാക്കുന്നത്. ആൻഡ് മെനി ഫാമേഴ്സ് ഓൺ ലാൻഡ് വിച്ച് ഇസ് അലോട്ടഡ് ടു ദം ബൈ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് റിവ്യൂ. എന്ന് വെച്ചാൽ കുറെ കൃഷിക്കാര് അവരുടെ ലാൻഡ്, അവർക്ക് അവകാശപ്പെട്ട നിലം അവർക്ക് തിരിച്ചു കൊടുത്തത് ആരാണ്? സർക്കാരാണ് അല്ലെ. ഓക്കെ, ഇൻ വില്ലേജസ് there are people with land ownership but there are many who are landless. ഇപ്പൊ ഗ്രാമത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറെ പേർക്ക് എന്തുണ്ട്? കൃഷിയിടങ്ങളുണ്ട്. പക്ഷെ അതില് ഉപരി കുറെ പേർക്ക് എന്തില്ല? കൃഷിയിടങ്ങൾ ഇല്ലാത്തവരും അവിടെ ഉണ്ട് അല്ലെ. ഓക്കെ, പക്ഷെ ഗ്രാമത്തിൽ അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ സിറ്റീസിൽ എങ്ങനെയായിരിക്കും മക്കളെ? അർബൻ പീപ്പിൾ ഓൺ പ്ലോട്ട്സ്. അർബൻ പീപ്പിളിന് എന്തുണ്ട്? പ്ലോട്ട്സ് ഉണ്ട്, ഹൗസസ് ഉണ്ട്, അതുപോലെ തന്നെ അതർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അവർക്ക് പ്ലാന്റേഷൻ ഉണ്ട്, പാസ്റ്റർ ലാൻഡ്സ് ഉണ്ട്, പോൺസ് ഉണ്ട്, വാട്ടർ ഇൻ വെൽസ് ആർ ദെയർ ഓൺ അല്ലെ. ഇറ്റ് ഈസ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സസ് ഓണർഷിപ്പ് ബൈ ഇൻഡിവിജ്വൽസ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡിവിജ്വൽ റിസോഴ്സ്? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അല്ലെ. എന്താണ് മക്കളെ ഇൻഡിവിജ്വൽ റിസോഴ്സ്? ഇറ്റ് ഈസ് ഓൺഡ് പ്രൈവറ്റ്ലി. ഒരാള് അല്ലെ, ആ ഒരു ആളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥലങ്ങള് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാല് അല്ലെ? നമുക്കുള്ള പ്ലോട്ട്സ്, ഹൗസസ്, പോൺസ്, പ്ലാന്റേഷൻസ് അല്ലെ, അതുപോലത്തെ വാട്ടർ ഇൻ വെൽസ്, ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ എന്തിലാ വരിക? ഇൻഡിവിജ്വൽ റിസോഴ്സസിലാണ് പെടുക. ഓക്കെ, ഇൻക്ലൂഡഡ് ആവുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ് മക്കളെ? നോക്കിയേ. ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്. കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, ആ ഒരു കമ്മ്യൂണിറ്റി. അവർക്ക് എല്ലാവർക്കും അധികാരപ്പെട്ടതായിരിക്കും ആ ഒരു സാധനം അല്ലെ. എന്തെങ്കിലും പ്ലേസ് ആവാം അല്ലെ. നോക്കാം. And there are resources which are accessible to all the members of community അല്ലെ. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ആ ഒരു റിസോഴ്സസിന് മേൽ അധികാരമുണ്ടാവും അല്ലെ. ഇപ്പോ വില്ലേജിലാണെങ്കിലോ ഗ്രേസിംഗ് ഗ്രൗണ്ട്സ്, ബറിയൽ ഗ്രൗണ്ട്സ്,
ബെറിയൽ ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? നമ്മളിങ്ങനെ കുടീരങ്ങളൊക്കെ ഇതാക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ വില്ലേജ് പോൺസ്, ശ്മശാനങ്ങളൊക്കെയാണ് ബെറിയൽ ഗ്രൗണ്ട്സിൽ ഉണ്ടാവുക. വില്ലേജ് പോൺസ്, അതുപോലെ തന്നെ ഗ്രേസിംഗ് ഗ്രൗണ്ട്സ്, നമ്മൾ പശുക്കളെയൊക്കെ കൊണ്ട് അല്ലെ നടക്കുന്ന കൃഷി പാടങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്തായിരിക്കും? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നടത്തുന്ന ആളുകളായിരിക്കും. എന്ന് വെച്ചാൽ ജന്മിമാരൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് പാർക്സ്, പിക്നിക് സ്പോട്സ്, പ്ലേ ഗ്രൗണ്ട്സ് ഇൻ അർബൻ ഏരിയാസ് ഒക്കെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മേൽനോട്ടത്തിലായിരിക്കും കേട്ടോ മക്കളെ. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്? പറഞ്ഞേ. ദർ ആർ റിസോഴ്സസ് വിച്ച് ആർ ആക്സസിബിൾ ടു ഓൾ ദ മെമ്പേഴ്സ് ഇൻ അവർ കൺട്രി അല്ലെ. അപ്പോ എന്തൊക്കെയാണ് അവരുടെ മേൽനോട്ടത്തിൽ വരിക? ഇപ്പൊ വില്ലേജിലാണെങ്കിൽ ഗ്രേസിംഗ് ഗ്രൗണ്ട്സ് വരും, ബെറിയൽ ഗ്രൗണ്ട്സ് വരും, പിന്നെ വില്ലേജ് പോൺസ് വരും അല്ലെ. അതുപോലെ സിറ്റീസിലാണെങ്കിലോ there is public parks and picnic spots is there and also playgrounds in urban area. അതൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും ആ ഒരു ഇതിന്റെ ഓണർഷിപ്പ്, ആ ഒരു ലാൻഡിന്റെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ് കൊണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. നാഷണൽ റിസോഴ്സസ്. എന്തായിരിക്കും നാഷണൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? It is technically all the resources belong to nation. അത് നമ്മുടെ നാഷന് അധികാരമുള്ള സാധനങ്ങളായിരിക്കും. The country has legal powers അല്ലെ. ആ കൺട്രി, നമ്മുടെ രാജ്യത്തിനായിരിക്കും എല്ലാവിധ അധികാരം ആ ഒരു ലാൻഡിന്റെ. It is the country has legal powers to acquire even private property for public good. ഇപ്പൊ എന്താ, യു മൈറ്റ് ഹാവ് സീൻ റോഡ്സ്, കനാൽസ്. ആളുകളുടെ നല്ല ഇതിനു വേണ്ടി വികസനം ഗവൺമെന്റ് ഇതാക്കുമല്ലോ, നമ്മുടെ രാജ്യം നമുക്ക് തരുന്നത്. ഇപ്പൊ റോഡ്സ് ആവാം അല്ലെ കനാൽസ് ഒക്കെ എന്താണ്, ആ ഒരു റോഡ്സും കനാൽസിന്റെ മേലൊക്കെ ഓണർഷിപ്പ് ആർക്കാണ്? നമ്മുടെ നാഷനാണ് അല്ലെ. അതുപോലെ റെയിൽവേസ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫീൽഡ്സ് ഓണേഴ്സ് ബൈ സം ഇൻഡിവിജ്വൽസ് അല്ലെ. അപ്പൊ നോക്കുക, ഇപ്പൊ ഓൾ റിസോഴ്സസ് ദാറ്റ് ബിലോങ് ടു നാഷന്റെ ഇതിലാണ് ഇത് റോഡ്സ്, കനാൽസ്, റെയിൽവേസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് മക്കളെ? നാച്ചുറൽ റിസോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് നാഷണൽ റിസോഴ്സസ് ആണ്. നാഷന്റെ മേൽനോട്ടമുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ? റോഡ്സ് ആവാം, കനാൽസ് ആവാം, അല്ലെങ്കിൽ റെയിൽവേസ് ആവാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? അതിന്റെ കൂടുതൽ പോയിന്റ്സ് നമുക്ക് നോക്കാം. നാഷണൽ റിസോഴ്സസിന്റെ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഗെറ്റ് എംപവേർഡ് ബൈ ദ ഗവൺമെന്റ് ടു അക്വയർ ലാൻഡ്. അല്ലെ, സിറ്റീസിലൊക്കെ കുറെ എന്താണ് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അവിടെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവരുടെ അധികാരത്തിൽ ഇപ്പോ ഷോപ്പിംഗ് കോംപ്ലക്സസ് ആവാം, എന്ത് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഓൾ ദ മിനറൽസ്, വാട്ടർ റിസോഴ്സസ് ആൻഡ് ഫോറസ്റ്റ്, wildlife, land within the political boundaries and oceanic area up to 12 nautical miles, 22.2 kilometer from the coast, termed as what? Territorial water and resources therein belong to the നാഷൻ അല്ലെ. നമ്മുടെ നാഷന് ബിലോങ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? എല്ലാ മിനറൽസും, വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ്, ഓഷ്യനിക് ഏരിയ, അതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? ടെറിട്ടോറിയൽ വാട്ടർ എന്ന്. ഓക്കെ, അതൊക്കെ എന്താണ്? നാഷന്റെ ബേസിസിൽ, നാഷന്റെ ഓണർഷിപ്പിലുള്ള കാര്യങ്ങളാണ് അല്ലെ. അല്ല, മിനറൽസ്, വാട്ടർ റിസോഴ്സസ്, വൈൽഡ് ലൈഫ് എല്ലാം അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് നാഷണൽ കഴിഞ്ഞു, നാഷണൽ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മക്കളെ? ഇന്റർനാഷണൽ റിസോഴ്സസ് ആണ്. വാട്ട് ഈസ് ഇന്റർനാഷണൽ റിസോഴ്സസ്? There are international institutions that regulate some resources. കുറെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഈ ഒരു റിസോഴ്സസിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം, the oceanic resources beyond 200 nautical miles of the exclusive economic zone belong to open ocean. Okay, and no individual country can utilize this without the concurrence of international institution. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഈ റിസോഴ്സസിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇന്റർനാഷണൽ റിസോഴ്സസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഗവൺമെന്റിന് പോലും ഇതിൽ ഇടപെടണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അനുമതി വേണം.
അങ്ങനെയാണ് ഇന്റർനാഷണൽ റിസോഴ്സസിന്റെ ഇതിനെ കുറിച്ച് എന്ന് വെച്ചാൽ അവരുടെ മേൽനോട്ടത്തിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേൽനോട്ടത്തിലുള്ള റിസോഴ്സസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഇതില് കാര്യങ്ങൾ ഇടപെടണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അനുമതി വേണം, ഗവൺമെന്റിന് പോലും ഇടപെടണമെങ്കിൽ. അതാണ് പറയുന്നത്. ഓക്കെ, the oceanic resources beyond 200 nautical miles of area that is belongs to open ocean and no individual country can utilize this. ഒരു individual countryക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല without the concurrence of institution. ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അനുമതി ഇല്ലാതെ ഒരു ഇൻഡിവിജ്വൽ കൺട്രിക്കും അവിടെ എക്വയർ ചെയ്യാനോ കോൺക്വയർ ചെയ്യാനോ പറ്റില്ല. ഓക്കെ, അതാണ് എന്ത് മീൻ ചെയ്യുന്നത് മക്കളെ, ഇന്റർനാഷണൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ ബേസിസിൽ നമുക്ക് റിസോഴ്സസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം മക്കളെ, ഒന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. എന്താണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്? Resources which are found in a region but have not been utilized. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിസോഴ്സസ് ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ കൂടുതൽ ഉണ്ടാവും, പക്ഷെ കറക്റ്റായ രീതിയിൽ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലോ. ഫോർ എക്സാമ്പിൾ, ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്സ് ഏതൊക്കെയാ സ്റ്റേറ്റ്? വെസ്റ്റേൺ പാർട്സ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് have enormous potential for the development of wind and solar energy, but so these have not been developed properly. എന്ന് വെച്ചാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്ന് പറയുന്ന മരുഭൂമി കൂടുതലുള്ള സ്ഥലമാണ്, മക്കൾക്കറിയാം. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ കാറ്റ് കൂടുതലായിരിക്കും അല്ലെ, അതുപോലെ ചൂട് കൂടുതലാണ്. അപ്പൊ വിൻഡ് ആൻഡ് സോളാർ എനർജി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ അത്ര ഡെവലപ്മെന്റ് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ കുറെ ഒരു ഇതുള്ള സ്ഥലങ്ങളിൽ സോളാർ ആൻഡ് വിൻഡ് എനർജി കുറെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്? റിസോഴ്സസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ എ റീജിയൻ ബട്ട് ഹാവ് നോട്ട് ബീൻ യൂട്ടിലൈസ്ഡ്. എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞ മക്കളെ? ഇറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ അല്ലെ, ഏതൊക്കെ സ്റ്റേറ്റ്? രാജസ്ഥാൻ ആൻഡ് ഗുജറാത്തില് നമുക്ക് കൂടുതൽ വിൻഡ് ആൻഡ് സോളാർ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ബട്ട് ദേ ഹാവ് നോട്ട് ബീൻ ഡെവലപ്ഡ് പ്രോപ്പർലി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് ഡെവലപ്ഡ് റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? നോക്കിയാലോ. റിസോഴ്സസ് വിച്ച് ആർ സർവേഡ് ആൻഡ് ദിയർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഹാവ് ബീൻ ഡിറ്റർമൈൻഡ് ഫോർ യൂട്ടിലൈസേഷൻ. എന്ന് വെച്ചാൽ ഈ ഒരു റിസോഴ്സസ് എന്ന് വെച്ചാൽ കറക്റ്റ് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്കറ്റിലെത്തുന്ന റിസോഴ്സസിന് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന് പറയാം. ഈ ഒരു റിസോഴ്സസ് എങ്ങനെയാണ് മക്കളെ ഡെവലപ്പ് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ ബേസിസിലാണ്. ആൻഡ് ദ ലെവൽ ഓഫ് ദിയർ ഫീസിബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡെവലപ്ഡ് റിസോഴ്സസ്? ദ റിസോഴ്സസ് വിച്ച് ആർ സർവേഡ് ആൻഡ് their quality and quantity have been determined. Okay, next point നോക്കുക. ഈ ഒരു റിസോഴ്സസിന്റെ ഡെവലപ്മെന്റ് ഇതിലൂടെ ത്രൂ ടെക്നോളജി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മക്കള് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ പോയിന്റ്സ് ഇതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സ്റ്റോക്ക്. ഡെവലപ്മെന്റ് ബേസിസിൽ വേറൊരു റിസോഴ്സസിന് നമ്മൾ ഇതാക്കുന്നതാണ് സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? നോക്കാം. Materials in the environment which have the potential to satisfy human needs. നിങ്ങൾക്കറിയാം, ഇപ്പൊ പ്രകൃതി തരുന്ന കുറെ എന്താ പറയാ കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് അവരുടെ എന്താ പറയാ ആർത്തി അല്ലെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ് അല്ലെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പ്രകൃതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, but human beings do not have appropriate technology to access this are included among stock. പക്ഷേ ഈ ഹ്യൂമൻ ബീങ്സിന് എന്തറിയില്ല, ഇതിന് ഒരു അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇല്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇല്ല. അതൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നത് എവിടെയാണ്? സ്റ്റോക്കിലാണ്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഈസ് എ കോമ്പൗണ്ട് ഓഫ് 2 gases. നിങ്ങൾക്ക് അറിയാം
വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഗ്യാസസ് അടങ്ങിയതാണ്. എന്തൊക്കെ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ റിച്ച് സോഴ്സ് ഓഫ് എനർജി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ആണ്. ഓക്കെ, ബട്ട് വി ഡു നോട്ട് ഹാവ് അഡ്വാൻസ്ഡ്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളേജോ ടെക്നോളജിക്കൽ ബേസിസോ ഒന്നും നമുക്കില്ല. പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്യും. ഹിൻസ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ്. അതിനെയാണ് നമ്മൾ എന്ത് ടേം വെച്ച് പറയുന്ന മക്കളെ? സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റോക്ക് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലേ? We have materials in the environment in order to satisfy the human needs. അല്ലേ? പക്ഷേ ഹ്യൂമൻ ബീങ്സിന് എന്തറിയില്ല? ഇതിനൊക്കെ ആക്സസ് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ടെക്നോളജി അവർക്ക് അറിയില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കൾ എന്താ പറയാ? വാട്ടർ എന്ന് പറയുന്നത് ഇസ് എ കോമ്പൗണ്ട് ഓഫ് ടു ഗ്യാസസ്. ഏതൊക്കെ ഗ്യാസസ് ആണ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് മക്കൾ പറഞ്ഞേ? ഏതൊക്കെ ഗ്യാസസ് ആണ്? ഇറ്റ് ഈസ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അല്ലേ? ഹൈഡ്രജൻ നമുക്ക് കുറെ എനർജി അല്ലെ ക്യാൻ ബി യൂസ്ഡ് ആസ് എ റിച്ച് സോഴ്സ് ഓഫ് എനർജി. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇതില്ലാത്തതുകൊണ്ട്, അഡ്വാൻസ് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഇറ്റ് ഈസ് സ്റ്റോക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന ടേം കൊണ്ട് പറയുന്നത്. ഓക്കെ, നോക്കാം. The reserves are the subset of the stock. Reserves എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ മറ്റൊരു പേരാണ്. which can be put into use with the help of existing technical know-how, but their use has not been started. റിസർവ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിനെ പറയുന്നത് വേറെ സബ്സെറ്റ് ആണ്. ഇതും രണ്ട് സെയിം ആണ്. ദിസ് ക്യാൻ ബി യൂസ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. അല്ലെ? എന്ന് വെച്ചാൽ ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്, ഇനിയുള്ള ഭാവി തലമുറകൾക്കും അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം? നോളജ് പകർന്നു കൊടുക്കാം. എന്താ? റിവർ വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ്. എന്താണ്? റിവർ വാട്ടർ, നദിയിലുള്ള ജലം നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അല്ലേ? ബട്ട് പ്രസന്റ്ലി ഇറ്റ് ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഓൺലി ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ്. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്. അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ ഇത് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ഒക്കെ പൊല്യൂട്ടഡ് ആവുന്ന, ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അല്ലെ? ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള റിസർവ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്താ? റിസർവ്സ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് ഒക്കെ അടങ്ങുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ അടങ്ങുന്നത്. അല്ലെ? അപ്പോ റിവർ വാട്ടർ നമുക്ക് ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ നൽകുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഹ്യൂമന് അത്ര സ്പെസിഫിക് നോളജ് ഇല്ലാത്തത് കൊണ്ട് അതെന്താണ്? കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ദാറ്റ്സ് the water in the dams, forests, etc. is a reserve which can be used in the future. നമ്മുടെ എന്താ പറയാ? റിവേഴ്സിലുള്ള വാട്ടർ, അല്ലെ? ഡാംസിലുള്ള വാട്ടർ ഒക്കെ ഈ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. റിസർവ് എന്ന് പറയുന്ന ഡാംസ്, റിവേഴ്സ് ഒക്കെ അടങ്ങുന്നതിനാണ് നമ്മൾ റിസർവ് എന്ന് പറയാം. അല്ലെ? അപ്പൊ ഈ റിവേഴ്സിന് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചർ ഇത് ജനറേഷനും കൂടെ നമുക്ക് പകർന്നു കൊടുക്കാം. ആ ടെക്നിക്കൽ നോളജ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫോറസ്റ്റിലുള്ള അല്ലെ ഡാമിലുള്ള വാട്ടർ, റിവേഴ്സിലുള്ള വാട്ടർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫ്യൂച്ചർ ജനറേഷനും കൂടെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, എങ്ങനെയാണ് ഈ റിസോഴ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. റിസോഴ്സസ് ആർ വൈറ്റൽ ഫോർ ഹ്യൂമൻ സർവൈവൽ. അല്ലെ? മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? റിസോഴ്സസ് വേണം. ഓക്കെ, ആൻഡ് ഇൻ ഓർഡർ ഫോർ മെയിൻറ്റെയിനിങ് ദിയർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവരുടെ ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന റിസോഴ്സസ് അവർക്ക് വേണം. അല്ലേ? ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് റിസോഴ്സസ് ആർ ദ ഫ്രീ ഗിഫ്റ്റ്സ് ഓഫ് നാച്ചർ. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചർ നമുക്ക് പകർന്നു തരുന്നതാണ്. ഓക്കെ, ആസ് എ റിസൾട്ട് ഹ്യൂമൻ ബീങ്സ് യൂസ് ദം ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അതുകൊണ്ട് തന്നെ മനുഷ്യർ അതിനെ ദുരുപയോഗം ചെയ്യുന്നു, നമ്മുടെ പ്രകൃതിനെ. ഓക്കെ, ആൻഡ് ദിസ് ഹാസ് ലെഡ് ടു ഫോളോയിങ് മേജർ പ്രോബ്ലംസ്. അത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഉണ്ടാക്കിയത്? നമുക്കൊക്കെ അറിയാലോ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ ഈ റിസോഴ്സസ്, പ്രകൃതി തരുന്ന ഫലങ്ങളൊക്കെ
ഒക്കെ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇതുവരെ ഉണ്ടാകും? മക്കൾക്ക് അറിയാം, ചുറ്റുപാടുള്ള മക്കൾ ന്യൂസ് ഒക്കെ കേൾക്കുന്നതാണ് അല്ലെ. അപ്പൊ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ അല്ലെ, നോയ്സ് പൊല്യൂഷൻ. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കൂടുതൽ എന്താണ് കാണുന്നത്? നോയ്സ് പൊല്യൂഷൻ ആൻഡ് അല്ലെ എയർ പൊല്യൂഷൻ കൂടി വരികയാണ്. ആളുകൾ മാസ്ക് ഇട്ടിട്ടാൽ പുറത്തിറങ്ങും. പലതരത്തിലുള്ള രോഗങ്ങളും അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഓവർ ഡെവലപ്ഡ് ആവുമ്പോൾ ഉള്ള അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വേറെ? The depletion of resources for satisfying the greed of few individuals. നമ്മൾ ഓവർ യൂസ് ചെയ്യാണ് അല്ലെ മക്കളെ റിസോഴ്സസ് ഒക്കെ. അപ്പൊ അതെന്താണ്? കൂടുതൽ ആളുകളുടെ ആർത്തി മാറാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരുടെ ആർത്തി അടങ്ങില്ലല്ലോ. കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് മാത്രമേ അവർക്ക് എന്തുള്ളൂ, ചിന്തയുള്ളൂ. അപ്പൊ അവർ കൂടുതൽ എന്ത് ചെയ്യും? നമ്മുടെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യും? ഫോറസ്റ്റും വൈൽഡ് ലൈഫ് ഒക്കെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഫ്യൂ ഹാൻഡ്സ് അല്ലെ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ടു സെഗ്മെന്റ്സ്, ഹാവ്സ് ആൻഡ് ഹാവ് നോ. എന്ന് വെച്ചാൽ റിസോഴ്സസ് കൂടുതലുള്ളത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലായിരിക്കും. അത് എന്ന് വെച്ചാൽ പുവർ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ എന്തുണ്ടാവില്ല? ഇത്തരം റിസോഴ്സസ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ദ സൊസൈറ്റി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹാവ് ഉള്ളവരും ഹാവ് നോട്ട് ഇല്ലാത്തവരും എന്നുള്ളത്. ഓക്കെ, ദ ഇൻഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇങ്ങനെ നമ്മൾ റിസോഴ്സസ് വെറുതെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ട് എന്തൊക്കെ ക്രൈസിസ് ആണ് ഉണ്ടാക്കിയത് മക്കളെ. ഇറ്റ് ഈസ് സച്ച് ആസ് ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ഓസോൺ ലെയർ ഡിപ്ലഷൻ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലാൻഡ് ഡിഗ്രേഡേഷൻ അല്ലെ. ഇങ്ങനെ നമ്മൾ നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ഗ്ലോബൽ വാർമിംഗ്. നെക്സ്റ്റ് വൺ എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെ നാച്ചുറൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത് മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആൻഡ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് ലാൻഡ് ഡിഗ്രേഡേഷൻ. ഇതിലൊന്നും ഒതുങ്ങുന്നില്ല അല്ലെ. പ്രോബ്ലംസ് ഇപ്പോഴും കൂടി വരികയാണ്. ഓക്കെ, an equitable distribution of resources has become essential for a sustained quality of life and global peace. ഇപ്പോഴും സ്ഥലങ്ങൾക്ക് വേണ്ടി ആളുകൾ കച്ചറയാണ് അല്ലെ. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതെന്തെങ്കിലും ലോകമൊട്ടാകെ സമാധാനം പടരും അല്ലെ. അവിടെയോ അപ്പോഴും ഒരു സമാധാനം, പീസ് ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ഒരു ഇൻഇക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല അല്ലെ. ഓക്കെ, if the present trend of resource depletion by individuals and countries continuously, ഇപ്പോഴും ആളുകൾ എന്താണ്? ലാൻഡ് കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അത് നമ്മുടെ ഭാവി തലമുറയെയും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റിനെയും എർത്തിനെയും വളരെ ഗുരുതരമായി ബാധിക്കും എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാക്കുക അല്ലെ. ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ കൂടുതൽ കടന്നു കയറ്റം പ്രകൃതിക്ക് മേല് വരുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിന് തന്നെ ബാധിക്കും അല്ലെ. ഓക്കെ, therefore resource planning is essential for sustainable existence of all ഫോംസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസോഴ്സ് പ്ലാനിങ് വേണം. എങ്ങനെയൊക്കെ നമുക്ക് ചെറിയ തോതിൽ അതിനെ ഉപയോഗിച്ച് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളത് അല്ലെ. സസ്റ്റൈനബിൾ എക്സിസ്റ്റൻസ് ഷുഡ് ബി ദെയർ അല്ലെ. ഇറ്റ് ഈസ് കോമ്പണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഓവർ ആയിട്ട് നമ്മുടെ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല നമ്മൾ വേണ്ടത് എന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് വേണ്ടത് അല്ലെ. ഓക്കെ, അപ്പോൾ എന്താണ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത് നോക്കിയാലോ. വാട്ട് ഈസ് റിസോഴ്സ് പ്ലാനിങ്? ഓക്കെ, പ്ലാനിങ് ഇസ് the widely accepted strategy for the judicious use of resources. അപ്പൊ നമുക്ക് ജുഡീഷ്യസ്ലി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിസോഴ്സസിനെ യൂസ് ചെയ്തു പോവാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് റിസോഴ്സ് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇറ്റ് ഹാസ് ഇമ്പോർട്ടൻസ് ഇൻ എ കൺട്രി. ഇങ്ങനെയുള്ള റിസോഴ്സ് പ്ലാനിങ് ഏതൊക്കെ കൺട്രീസിലാണ് അഡോപ്റ്റ് ചെയ്തത് നമുക്ക് നോക്കിയാലോ. ഇല്ല, ഇറ്റ് ഹാസ് ഇമ്പോർട്ടൻസ് ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ അത് ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആൻഡ് വിച്ച് ഹാസ് ഇനർമസ് ഡൈവേഴ്സിറ്റി ഇൻ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. പലതരത്തിലുള്ള പല റിസോഴ്സസ് നമ്മുടെ ഇന്ത്യയിൽ
ഉണ്ട്. അപ്പൊ അവിടെ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ തീർച്ചയായും നടപ്പിലാക്കണം. ആൻഡ് ദർ ആർ റീജിയൻസ് വിച്ച് ആർ റിച്ച് ഇൻ സർട്ടൻ ടൈപ്സ് ഓഫ് റിസോഴ്സസ്. അതുപോലെ തന്നെ കുറെ കൺട്രീസിൽ, കുറെ സ്റ്റേറ്റ്സിൽ ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് റിസോഴ്സസ് തന്നെ കൂടുതൽ കാണപ്പെടുന്നത് കാണാം. അപ്പൊ അതിനൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് ഫ്ലോറ ആൻഡ് ഫോണ ആവാം, വാട്ടർ റിസോഴ്സസ് ആവാം, എന്തും ആയിക്കോട്ടെ, അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Okay, and there are some regions which can be considered what? Self-sufficient in terms of availability of resources, and there are some regions which are acute shortage of some vital resources. ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ കൂടുതൽ ഒരു റിസോഴ്സ് തന്നെ കൂടുതൽ കാണപ്പെടുന്ന റീജിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു റിസോഴ്സ് എന്ന് കൂടുതൽ കാണപ്പെടുന്ന ആ റീജിയൻസ്, ഒരു കൺട്രിയിൽ കൂടുതൽ ആ റിസോഴ്സ് കാണപ്പെടുന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് അത് കുറവായിരിക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ ദ സ്റ്റേറ്റ്സ് ഓഫ്, നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ the states of Jharkhand and Chhattisgarh and Madhya Pradesh are rich in minerals and coal deposit. അല്ലേ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നുള്ള സ്റ്റേറ്റിൽ കൂടുതൽ കാണപ്പെടുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് മിനറൽസ് ആൻഡ് കോൾ ഡെപ്പോസിറ്റ് ആണ് കൂടുതൽ അവിടെ കാണപ്പെടുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റിൽ എങ്ങനെയാ നോക്കിയാലോ? ആൻഡ് അരുണാചൽ പ്രദേശ് ഹാസ് അബണ്ടൻസ് ഓഫ് വാട്ടർ റിസോഴ്സസ്. അരുണാചൽ പ്രദേശിൽ കൂടുതൽ എന്താണുള്ളത് മക്കളെ? വാട്ടർ റിസോഴ്സസ് ആണല്ലേ, റിവേഴ്സ്, ഡാംസ് ഒക്കെയാണ് അവിടെ കൂടുതൽ കാണപ്പെടുക. ബട്ട് ലാക്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, അവിടെ എന്താണ് ഇല്ലാത്തത്? ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അവിടെ ഇല്ല എന്നുള്ളത് അതിന്റെ ഒരു നെഗറ്റീവാണ്, അവിടെ ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഓരോ സ്റ്റേറ്റിലുള്ള റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ, അവിടെ റിസോഴ്സ് പ്ലാനിങ് ഷുഡ് ബി ദെയർ, അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെ പ്ലാൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജാർഖണ്ഡ്, മധ്യപ്രദേശിൽ കൂടുതൽ കാണപ്പെടുന്ന എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞേ? എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? യെസ്, വെരി ഗുഡ്, മിനറൽസ് ആൻഡ് കോൾ ഡെപ്പോസിറ്റ് ആണ് ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റിൽ കൂടുതൽ കാണപ്പെടുന്നത്, അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഇറ്റ് ഹാസ്, പറയൂ, ഇറ്റ് ഹാസ് abundance ഓഫ് വാട്ടർ റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ്. അതുപോലെ തന്നെ രാജസ്ഥാനിലോ ഇറ്റ് ഈസ് വെരി വെൽ endowed വിത്ത് സോളാർ ആൻഡ് വിൻഡ് എനർജി, അല്ലേ? ബട്ട് ലാക്സ് ഇൻ വാട്ടർ റിസോഴ്സസ്. ഓക്കെ, ഇതിന് എന്താണ്, രാജസ്ഥാനിൽ കൂടുതലായിട്ട് സോളാർ ആൻഡ് വിൻഡ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അത്ര വാട്ടർ റിസോഴ്സസ് എവിടെ ഇല്ല? രാജസ്ഥാനില്ല. അതാണ് അരുണാചൽ പ്രദേശിൽ വാട്ടർ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ സോളാർ ആൻഡ് വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു സ്ഥലത്ത് കൂടുതലുള്ളത് മറ്റൊരു സ്റ്റേറ്റിൽ കുറവായിരിക്കും, അതാണ് ഡിഫറൻസ്. ഓക്കെ, and the cold desert of Ladakh is relatively isolated from the rest of the country. അപ്പം നിങ്ങൾക്കറിയാം അത്രയും തണുപ്പുള്ള ഒരു ഡെസേർട്ടാണ് ലഡാക്ക്, അല്ലേ? നമ്മുടെ കാശ്മീരിലെ ലഡാക്ക്. ആൻഡ് ഇറ്റ് ഹാസ് വെരി റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. അവിടെ എന്ന് വെച്ചാൽ നല്ല കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. അവർ അവരുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. ഇറ്റ് ഈസ് ഡെഫിഷ്യന്റ് ഇൻ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സം വൈറ്റൽ മെറ്റീരിയൽസ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരു സൈഡ് ലൈൻ ആയി കിടക്കുന്ന, ഒരു സൈഡായിട്ട് നിൽക്കുന്നതാണ് ലഡാക്ക് എന്ന് പറയുന്ന രാജ്യം. അവർ കൂടുതൽ അവർക്ക് ഉള്ളത് എന്താണ്? റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് കുറവോ, ഇറ്റ് ഈസ് വാട്ടറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, വൈറ്റൽ മിനറൽസ് അങ്ങനെയുള്ളതൊക്കെ എന്താണ് അവിടെ ഡെഫിഷ്യന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. This calls for balanced resource planning. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ ബേസിസ്? നാഷണൽ ബേസിസ്, സ്റ്റേറ്റ് ബേസിസ്, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ ബേസിസിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം എന്നാ മക്കളെ പറയുന്നത്? നമുക്ക് ഒരു ബാലൻസ്ഡ് റിസോഴ്സ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന റിസോഴ്സ് പ്ലാനിങ് ഷുഡ് ബി there. Okay, next one. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊന്നും കൂടെ നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മള് റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തു, അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ റിസോഴ്സസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ? എന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ നമുക്ക് എന്ത് ചെയ്യാം? റിസോഴ്സസിനെ രണ്ടായി തരംതിരിക്കാം, അല്ലെ? എന്തൊക്കെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ? പറഞ്ഞ മക്കള് പറഞ്ഞേ, ടീച്ചർ കേൾക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ
വെരി ഗുഡ്. ബയോട്ടിക് റിസോഴ്സസ്. എന്താണ് ബയോട്ടിക് റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇറ്റ് ഈസ് ലിവിങ് തിങ്സ് അല്ലേ? ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ? ഹ്യൂമൻ ബീങ്സ്, ഫിഷറീസ്, ഫ്ലോറ ആൻഡ് ഫോൺ, അങ്ങനെയുള്ളതൊക്കെ എന്താ ഹാവ് ലൈഫ്. ഓക്കെ, അതൊക്കെ എവിടെയാണ്? ബയോട്ടിക് റിസോഴ്സസ് ആണ്. വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ ഏതാണ്? വെരി ഗുഡ്. അബയോട്ടിക് റിസോഴ്സസ്. അബയോട്ടിക് റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? നോൺ ലിവിങ് തിങ്സിനെ ആണല്ലേ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞേ? റോക്സ് ആൻഡ് മിനറൽസ്. ഗുഡ് ഗുഡ്. ഓക്കെ, പിന്നെ അതിന്റെ എക്സോസ്റ്റിബിലിറ്റി അല്ലെ, അതിന് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കൂടുതലാണോ കുറവാണോ എന്നുള്ള എക്സോസ്റ്റിബിലിറ്റി എന്തൊക്കെയാണ്? രണ്ട് റിസോഴ്സസ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റിന്യൂവബിൾ റിസോഴ്സ്. അപ്പൊ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്? ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊന്ന് മക്കൾ ഓർത്തെടുത്ത് പറഞ്ഞേ. ഇറ്റ് ക്യാൻ ബി ദ റിസോഴ്സ്, ഇറ്റ് ക്യാൻ ബി റിന്യൂഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ ഓർ മെക്കനൈസ്ഡ് പ്രോസസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂവബിൾ റിസോഴ്സ്. വെരി ഗുഡ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞേ? സോളാർ ആൻഡ് വിൻഡ് എനർജി ആൻഡ് വാട്ടർ, forest and wildlife is included in renewable resources. Okay, and next one, second on the basis of second classification on the basis of exhaustibility ഏതാണ് മക്കളെ പറഞ്ഞേ? It is നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്? അതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇൻ ഓർഡർ ടു ഫോം ദിസ്. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയാം? മെറ്റൽസ്, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഓണർഷിപ്പിൽ നമ്മൾ നാലായിട്ടാണല്ലേ തരംതിരിച്ചത്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ റിസോഴ്സസ്. എന്താണ് ഇൻഡിവിജ്വൽ? ഓരോരുത്തരായിട്ട് ഓൺ ചെയ്യുന്ന ലാൻഡ്സ് അല്ലേ. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, സിറ്റീസിലെ പ്ലോട്ട്സ്, ഹൗസസ്, പ്ലാന്റേഷൻ, പാസ്റ്റർ ലാൻഡ്സ്, പബ്ലിക് പാർക്സ് ഒക്കെ ഓൺ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ പ്ലോട്ട്സ്, ഹൗസസ്, പ്ലാന്റേഷൻ ഒക്കെ സ്വന്തമായിട്ടുള്ള ആളുകളെ നമ്മൾ ഇൻഡിവിജ്വൽ റിസോഴ്സസ് ഓൺ ചെയ്യുന്ന ആളുകൾ എന്ന് നമ്മൾ പറയും അല്ലേ. വാട്ട് അബൌട്ട് കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്? എന്താണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്? പറഞ്ഞേ. ഇറ്റ് ഈസ് ആക്സിബിൾ. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിലുണ്ട് അല്ലെ മക്കളെ. എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്, അവിടെ അധികാരം ഉണ്ടാവും. എന്തൊക്കെ ഇതിന്റെ മുകളിൽ? ഇപ്പോ പ്ലേ ഗ്രൗണ്ട്സ് ആവാം, ബെറിയൽ ഗ്രൗണ്ട്സ് ആവാം അല്ലെ, പബ്ലിക് പാർക്സ് ആവാം അല്ലെ. ഓക്കെ, അതൊക്കെ ഇതില് ഇൻക്ലൂഡഡ് ആണ്. വാട്ട് അബൌട്ട് നാഷണൽ റിസോഴ്സ്? എന്താണ് നാഷണൽ റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ ദ കൺട്രി ഹാസ് ദ ലീഗൽ പവേഴ്സ് ടു അക്വയർ ഈവൻ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫോർ പബ്ലിക് ഗുഡ്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്റെ പ്രോപ്പർട്ടി രാജ്യത്തിന് അത് യൂസ് ചെയ്തിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? പബ്ലിക്കിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതാണ് എന്തൊക്കെ പറയാം? നാഷണൽ റിസോഴ്സസ്. എന്തൊക്കെ പറയാൻ പറ്റും മക്കളെ? ഇറ്റ് ഈസ് റോഡ്സ്, കനാൽസ്, റെയിൽവേസ് ഒക്കെ എന്താണ് ഈ ഒരു നാഷണൽ റിസോഴ്സസിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നാഷണൽ റിസോഴ്സ്, മിനറൽസും വാട്ടർ റിസോഴ്സസും വൈൽഡ് ലൈഫും ലാൻഡ് വിത്തിൻ ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസും ഓഷ്യനിക് അല്ലെ ലാൻഡ്സ് ഒക്കെ എന്തിലാണ് ഇൻക്ലൂഡഡ് ആവുക മക്കളെ? നാഷണൽ റിസോഴ്സസിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. ഓക്കെ, വാട്ട് അബൌട്ട് ഇന്റർനാഷണൽ റിസോഴ്സ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓഷ്യനിക് റിസോഴ്സസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ കൺട്രിക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ? ഓഷ്യനിക് റിസോഴ്സസ് ഒക്കെ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഡെവലപ്മെന്റിന്റെ ബേസിസിൽ റിസോഴ്സസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മക്കളെ? ദ റിസോഴ്സസ് വിച്ച് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ റീജിയൻ. ഒരു റീജിയനിൽ കാണുന്ന റിസോഴ്സസ് വേറൊരു രാജ്യത്ത് ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറഞ്ഞേ. ഓക്കെ, വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലുള്ള രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ആണ് നമ്മൾ പറഞ്ഞത്. അവിടെ കൂടുതൽ കാണപ്പെടുന്നത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഹാസ് ഡെവലപ്മെന്റ് വിൻഡ് ആൻഡ് സോളാർ എനർജി കൂടുതലാണ്, പക്ഷെ അതിനുള്ള ഡെവലപ്മെന്റ് അവിടെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, വാട്ട് അബൌട്ട് ഡെവലപ്ഡ് റിസോഴ്സസ്? നമ്മൾ മെക്കനൈസ്ഡ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സ് ഇല്ലേ, അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തുന്ന റിസോഴ്സസ്, പാക്കേജ്ഡ് ഐറ്റംസ്, അതൊക്കെ ഡെവലപ്ഡ് റിസോഴ്സസ് ആണ് അല്ലേ. ഇപ്പൊ
ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ എന്താ പറയാ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഇതാക്കി ആ ഒരു ലാൻഡ് ഒക്കെ സർവേ ചെയ്തിട്ട് അല്ലേ അത് നമ്മുടെ ഭാഗ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറുന്നത് എന്താണ് ടെക്നോളജിക്കൽ ബേസിസിൽ വർക്ക്സ് ഒക്കെ വന്നിട്ട് അല്ലേ അതിനെയാണ് ഡെവലപ്ഡ് റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റോക്ക്? എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ നമ്മുടെ എൻവിറോൺമെന്റിൽ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട് അല്ലേ. പക്ഷേ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് അപ്രോപ്രിയേറ്റ് ടെക്നോളജി അല്ലെങ്കിൽ നോളേജ് ഇല്ലാത്തതുകൊണ്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്താണ് വാട്ടർ എന്ന് പറയുന്നത് 2 ഗ്യാസസ് ഇൻക്ലൂഡ് ആണെന്ന് ടീച്ചർ പറഞ്ഞില്ലേ, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, വിച്ച് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് എനർജി. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. വി ഡോണ്ട് ഹാവ് അഡ്വാൻസ് ടെക്നോളജി, നോ ഹൗ ഒന്നുള്ള നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ. അതൊക്കെയാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡഡ് ആവുന്ന മക്കളെ? സ്റ്റോക്ക് അല്ലേ. വാട്ട് അബൌട്ട് റിസർവ്? എന്താണ് റിസർവ് എന്ന് പറയുന്നത്? ഡാംസ് ഫോറസ്റ്റ് ഒക്കെ അടങ്ങുന്നതാണ് റിസർവ് അല്ലേ. അപ്പോ ഇപ്പൊ എന്താ റിവർ വാട്ടർ നമുക്ക് റിസർവ്സിലാണ് വാട്ടർ എന്താ റിവർ ഡാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിവർ വാട്ടർ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ പണ്ട് കാലത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ലിമിറ്റഡ് എക്സ്റ്റെൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് റിസോഴ്സസ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻ സർവൈവലിന് ആവശ്യമാണ് അല്ലേ. റിസോഴ്സസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമുക്ക് പകർന്ന് തരുന്ന റിസോഴ്സസ് ഉണ്ട്, നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്ത് എടുക്കുന്ന പ്രൊഡക്ട്സും ഉണ്ട് അല്ലേ. പക്ഷേ ഇന്ന് പ്രകൃതിനെ അത്രയും ദുരുപയോഗം ചെയ്തിട്ടാണ് മനുഷ്യർ അവരുടെയൊക്കെ പ്രോഫിറ്റ് അല്ലേ എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷനൊക്കെ ഊട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കിയത്? ഇറ്റ് ഈസ് മെയിൻലി ഡിപ്ലഷൻ ഓഫ് റിസോഴ്സസ് for satisfying the individual greed അല്ലേ. എന്ന് വെച്ചാൽ അവരുടെ ആർത്തി മാറാൻ വേണ്ടി അവരത്രയും ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് നമ്മളെ പ്രകൃതിനെ അല്ലേ. പിന്നെ അപ്പോൾ ഈ ഒരു റിസോഴ്സസ് കൂടുതൽ ഉള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. എന്ന് വെച്ചാൽ ലാൻഡ് എന്ന് പറയുമ്പോൾ അത് കൂടുതലുള്ളത് ആരുടെ കൈമിലായിരിക്കും? റിച്ച് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സിന്റെ കൈമിലായിരിക്കും. ഇല്ലാത്തത് ആരുടെ കൈമിലായിരിക്കും? പുവർ ആയിട്ടുള്ള ആളുകളുടെ കൈമിലായിരിക്കും. അത് നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഗ്ലോബൽ വാർമിങ്. എന്തൊക്കെ എക്കോളജിക്കൽ ക്രൈസിസ് ആണ് വരിക? മക്കൾ പറഞ്ഞ എന്തൊക്കെയാണ് വരിക? നമ്മൾ ഇങ്ങനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്താലേ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ. ഇറ്റ് ഈസ് ഗ്ലോബൽ വാർമിങ് ഇസ് ദെയർ, ozone depletion is there, and environmental pollution, and last one it is land degradation. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ എന്താണ് ഇത്തരം ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈക്വൽ ആയിട്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. എന്ന് വെച്ചാൽ ഇഫ് ദ പ്രസന്റ് ട്രെൻഡ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ ബൈ ഫ്യൂ ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്ന ആളുകൾ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ വലിയ റോഡ്സ് ഡാംസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മളെ ഒരു ഡെവലപ്മെന്റ് നടത്തുമ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിക്കും അതുപോലെ തന്നെ സർവ്വ ജീവജാലങ്ങൾക്കും ഒരേ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന, അവർക്കും ഇവിടെ ജീവിക്കാൻ അവർക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സസ്റ്റൈനൻസ് ഉള്ള എക്സിസ്റ്റൻസ് ഉള്ള അല്ലേ ഇതാണ് നമ്മുടെ ഏർത്ത്. അപ്പോൾ ഏർത്തിനൊരു ഡേഞ്ചർ ഇല്ലാതെ നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുത്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ല കൂടുതലായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ വാസസ്ഥലം കൂടെ നമ്മൾ ഇല്ലാതാക്കരുത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ റിസോഴ്സ് പ്ലാനിങ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. എന്താണ് റിസോഴ്സ് പ്ലാനിങ്? എന്ന് വെച്ചാൽ ഇത്തരം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാതെ ഇതിനൊക്കെ കറക്റ്റ് ഒരു ലിമിറ്റ് വെക്കും അല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന സാധനങ്ങൾ വേറെ സ്ഥലത്ത് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അല്ലേ, ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ കാണപ്പെടുന്നതാണ് മിനറൽസ് അതുപോലെ തന്നെ കോൾ ഡെപ്പോസിറ്റ് ഒക്കെ. അരുണാചൽ പ്രദേശിൽ വാട്ടർ റിസോഴ്സസ് ആണ് കൂടുതൽ, പക്ഷെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും അവിടെ നടക്കുന്നില്ല. രാജസ്ഥാനിൽ കൂടുതൽ എന്താണ് സോളാർ ആൻഡ് വിൻഡ് എനർജി ഉണ്ട്, പക്ഷെ അവിടെ വാട്ടർ റിസോഴ്സസ് കുറവാണ്. അങ്ങനെയുള്ള നമ്മളെന്താ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണൽ ബേസിസിൽ, സ്റ്റേറ്റ് ബേസിസിൽ, റീജിയണൽ ബേസിസ്, ലോക്കൽ ബേസിസിലൊക്കെ ഒരു റിസോഴ്സ് പ്ലാനിങ് ഷുഡ് ബി ദെയർ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ
ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ റിസോഴ്സ് പ്ലാനിങ് ഇൻ ഇന്ത്യയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സിമ്പിൾ ടേംസിൽ അറിയാം കേട്ടോ. താങ്ക് യു.